നമ്മുടെ വീഡിയോയിൽ ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ സോയ ചങ്ക്സ് മസാല തയ്യാറാക്കുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം സോയ ചങ്ക്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഒരു ചരുവത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കണം. ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സോയ ചങ്ക്സും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് 1-2 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതൊരു 2 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിടണം. ഇപ്പം നമ്മുടെ സോയ ചങ്ക്സ് എല്ലാം നന്നായിട്ട് വീർത്ത് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ 1-2 തവണ ഇത് നന്നായിട്ട് കഴുകി ഇതിലെ വെള്ളമെല്ലാം പിഴിഞ്ഞ് കളയണം. എന്നിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. 1-2 മുറിച്ചെടുത്താൽ മതി. ചെറിയ സോയ ചങ്ക്സ് ആണെങ്കിൽ മുറിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ വലിയ സോയ ചങ്ക്സ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഒരു ചീനച്ചട്ടി നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാവേ. അതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവാള, തക്കാളിക്ക് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കടുകൊക്കെ പൊട്ടി വന്നു. ഇനി സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വഴട്ടിയെടുക്കണം. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഇത് നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കശ്മീരി മുളകും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇത് ചെറു തീയിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ തക്കാളിക്കൊക്കെ നന്നായിട്ട് വെന്തുടയണം. അപ്പോൾ ഇതിലേക്ക് അല്പമായിട്ട് വെള്ളവും കൂടെ ഒഴിച്ച് വേണം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാൻ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ തക്കാളിക്ക് പെട്ടെന്ന് വെന്ത് ഗ്രേവി ആയിട്ട് മാറും. നമ്മുടെ തക്കാളിക്കൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരുംജീരക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കരുത്. അല്പമായിട്ട് വെള്ളം ഒഴിച്ച് ഈ ഗ്രേവി ഒന്ന് ലൂസാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതിൽ വെള്ളം ഒരുപാടുണ്ട്. നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ വെള്ളം വറ്റിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ സോയ ചങ്ക്സിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും. സോയ ചങ്ക്സ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും ചോറിനും ഒപ്പം പോകുന്ന ഒന്നാണ് നമ്മുടെ സോയ ചങ്ക്സ് മസാല. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ.